ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഡിസംബർ 1 ഞായർ, മംഗളവാർത്താ കാലത്തിൻ്റെ ഒന്നാമത്തെ ഞായർ. പുതിയൊരു ആരാധന വത്സരത്തിലേക്ക്, ആരാധനാ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഒത്തിരി പ്രത്യേകതകളുള്ള ഞായറാണ്. തയദോറിൻ്റെ അനാഫറ ക്രമം, നമ്മുടെ കൂദാശ ക്രമം നമ്മൾ തുടങ്ങുകയാണ്. ആണ്ടുവട്ടത്തിൽ മംഗളവാർത്ത 1 ഞായർ മുതൽ ഓശാന ഞായറാഴ്ച വരെ ചൊല്ലി പ്രാർത്ഥിക്കുന്ന തേതോറിൻ്റെ സീറോ മലബാർ സഭയിൽ 3 കൂദാശ ക്രമങ്ങളുണ്ടെന്നും അതിൻ്റെ ഡീറ്റെയിൽസുമൊക്കെ നിങ്ങൾ ഇതിനകം നമ്മുടെ ചാനലിലൂടെ തന്നെ കൂടുതൽ അറിഞ്ഞിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും സംശയമുള്ളവർക്ക് നമ്മുടെ ഫെയ്ത്ത് ടോക്സിൻ്റെ ഒരു എപ്പിസോഡിൽ തേതോറിൻ്റെ അനാഫറയെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പറയുന്ന വീഡിയോ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങളത് കാണുകയാണെങ്കിൽ നല്ലതാണ്. അത് കണ്ടൊരുങ്ങി തേതോറിൻ്റെ അനാഫറ നാളെ ചൊല്ലി തുടങ്ങുമ്പോൾ മനസ്സിലാക്കി അത് ചെല്ലാൻ നിങ്ങൾക്ക് കഴിയും. ഇന്നത്തെ ഈ ബ്ലസ് 364 വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ചെയ്യുന്നത്. വലിയ ഈ ആത്മനിർവൃത്തി എന്നൊക്കെ പറയുന്നൊരു അനുഭവം ഇല്ലേ, അങ്ങനത്തെ അനുഭവത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാനിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഞാൻ ഭാഗമായിരിക്കുന്ന ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മൈനർ സെമിനാരി, കുറിച്ചി സെൻറ്റ് തോമസ് മൈനർ സെമിനാരിയുടെ മുൻപിലാണ്. 2004 ഞാനിവിടെ ജോയിൻ ചെയ്തത്. 2024 ഇപ്പോൾ 20 വർഷങ്ങൾ പിന്നിട്ടു. ഇപ്പം ഞാനിവിടെ ആയിരിക്കുന്നതിൻ്റെ കാര്യം, ഇവിടുത്തെ ഷമ്മാശന്മാരെ നമ്മുടെ മൈനർ സെമിനാരിലെ ബ്രദേഴ്സിന് വാർഷിക ധ്യാനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ധ്യാനത്തിൻ്റെ ഇടവേളയിൽ വൈകുന്നേരം കിട്ടിയ ബ്രേക്കിനാണ് ഇതിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച സെമിനാരിയിൽ വൈദിക പരിശീലനത്തിൻ്റെ ആദ്യ നാളുകൾ ചിലവഴിച്ച സെമിനാരി വന്ന് കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നത് വലിയ ദൈവാനുഗ്രഹമാണ്. അപ്പോൾ അതിന് നന്ദിയോടെ ഞാനതിങ്ങനെ ഓർത്ത് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. യെസ്, ഇന്നത്തെ വായനകളിലേക്ക് നമുക്ക് കയറാം. ഇന്നത്തെ വായനകളിലേക്ക് അപ്പോൾ ഈ വൈദിക വിദ്യാർത്ഥികളെ ധ്യാനിപ്പിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥന ക്ഷണിക്കുന്നു. നമുക്ക് നല്ല വിശുദ്ധരായ ദൈവരാജ്യത്തെക്കുറിച്ച് തീക്ഷ്ണതയുള്ള ആത്മാക്കളുടെ രക്ഷയ്ക്കു വേണ്ടി തുനിഞ്ഞിറങ്ങുന്ന വൈദികരെ വേണം. ഇങ്ങനൊരു പരിശീലന കേന്ദ്രം, അതിന് നമ്മൾ കൊടുക്കേണ്ട പിന്തുണ, പ്രാർത്ഥന കൊണ്ടും സാമ്പത്തികമായിട്ടും ഒക്കെ കൊടുക്കേണ്ട പിന്തുണ, ആ കുഞ്ഞുങ്ങളെ നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കേണ്ടത്, അതൊക്കെ പ്രത്യേകം ഒന്ന് ഈ നേരത്തെ ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുകയാണ്. ഇന്നത്തെ വായനകൾ 4 വായനകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്നത് 2 വായനകൾ എടുക്കുന്നുള്ളൂ. 4 വായനകളുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് 1-ാം വായന, 2-ാം വായന ഏശയ്യ ലേഖനം, പിന്നെ സുവിശേഷം, ലൂക്കായുടെ സുവിശേഷത്തിൽ സക്കറിയായി കിട്ടുന്ന ദർശനം. ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും 2 വായനകളിലേക്ക്, ഒരു 2 വായനകളിൽ നിന്നായിട്ട് 3 ചിന്തകളിലേക്ക് ഇന്നത്തെ നമ്മുടെ ബ്ലസ് 364 ഈ ഞായറാഴ്ച സന്ദേശത്തെ ചുരുക്കുകയാണ്. ഇനി ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ ചിന്തകൾ തന്നെ ഇങ്ങനെ തുടരും. ഇതിനുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ, പ്രത്യേകിച്ച് ഷാലോം TV-യിൽ സദ്വാർത്ത എന്ന പേരിൽ ക്രിസ്മസ് ഒരുക്ക ധ്യാനം മിക്കവാറും ഡിസംബർ 8 മുതൽ ആരംഭിക്കും. എല്ലാ ദിവസവും പ്രഭാഷണങ്ങളുണ്ടായിരിക്കും ഷാലോം TV-യിലൂടെ. അപ്പോൾ ഇതൊക്കെ തന്നെ ആവർത്തിച്ച് തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ വരും. എന്നാലും നമുക്ക് ക്രിസ്മസിലേക്കുള്ള ഒരുക്കം ആരംഭിക്കുകയാണ്, നോമ്പ് ആരംഭിക്കുകയാണ്. എനിക്കറിയാം ഇന്ന് കുറച്ച് പേരെങ്കിലും സ്ട്രെയിറ്റ് ടു ദ മാറ്റർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നൊരല്പം ഞാൻ ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ്, ഒരു പ്രത്യേകതയുള്ള ഒരു ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മെല്ലെ ഒരുക്കിയെടുക്കുന്നതേ ഉള്ളൂ. ചിലരൊക്കെ സംശയം ചോദിച്ചു, അതിനുവേണ്ടി പ്രത്യേക വീഡിയോ ഇടുന്നില്ലെന്നേ ഉള്ളൂ. ഈ കാര്യത്തിൽ ഇപ്പോൾ ഉത്തരം കിട്ടുകയാണ്. അതായത് ഞായറാഴ്ച നോമ്പ്, നാളെ 1-ാം തീയതി അല്ലേ, ഈ ഡിസംബർ 1 ഞായറാഴ്ചയാണല്ലോ, പേത്തർത്തായല്ലേ, നോമ്പല്ലല്ലോ. അല്ല, ഈ നോമ്പിന് ഡിസംബർ 1 തൊട്ടാണ് നോമ്പ് തുടങ്ങുന്നത്, അല്ലാതെ ഞായർ നോക്കി പേത്തർത്ത ആഘോഷിച്ചല്ല. അത് 50 നോമ്പിനാണ് നമ്മൾ ഞായറാഴ്ച പേത്തർത്ത ആഘോഷിച്ച് തിങ്കളാഴ്ച വിഭൂതി തിങ്കളായിട്ട് കുരിശുവര തിരുനാൾ ആചരിച്ച് നോമ്പിലേക്ക് പ്രവേശിക്കുന്നത്. ഇത് ഡിസംബർ 1 തൊട്ടുള്ള നോമ്പാണിത്. അപ്പോൾ ഡിസംബർ 1 ഞായറാഴ്ച വന്നാലും നോമ്പ് തുടങ്ങുകയാണ് നമ്മൾ. അതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കി ഇനിയൊരു പേത്തർത്താഘോഷമൊന്നും ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ അത് ശനിയാഴ്ചയാണ് ആഘോഷിക്കേണ്ടത് എന്നോർത്തിട്ട് ആ നോമ്പിലേക്ക് പ്രവേശിക്കാൻ എല്ലാവരെയും സ്നേഹത്തോടെ ആഹ്വാനം ചെയ്യുന്നു. എന്തെങ്കിലുമൊക്കെ പ്രിയങ്ങളെ, ഇഷ്ടങ്ങളെ ഒന്ന് മാറ്റിവെക്കുക. ട്രഡീഷണൽ പരമ്പരാഗത നോമ്പ് എടുക്കുക. അതുകൂടാതെ ചില ഇഷ്ടങ്ങളെയൊക്കെ ഒന്ന് മാറ്റിവെച്ച് അധികമായിട്ട് ഈശോ തമ്പുരാൻ്റെ പിറവി തിരുനാളിലേക്ക് നമുക്ക് ഒരുങ്ങി തുടങ്ങാം. ഇനി നമ്മുടെ ഇന്നത്തെ വചന വ്യാഖ്യാനത്തിലേക്ക്. 1-ാമത്തെ വായനയിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ കർത്താവ് തമ്പുരാൻ അബ്രാഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യം, കർത്താവിൻ്റെ പദ്ധതി വെളിപ്പെടുത്തുകയാണ്. ഇസഹാക്ക് എന്ന കർത്താവിൻ്റെ പ്ലാൻ, പദ്ധതി വെളിപ്പെടുത്തുമ്പോൾ അവിടെ അബ്രാഹാം പറയുന്നൊരു മറുപടിയാണ് നമ്മുടെ 1-ാമത്തെ ധ്യാനം. ഇന്നത്തെ 3 പോയിന്റുകളിൽ 1-ാമത്തെ പോയിന്റ്, അബ്രാഹാം പറയുന്ന മറുപടി, ഇസ്മായേൽ അങ്ങയുടെ മുമ്പിൽ ജീവിച്ചിരുന്നാൽ മതി. എനിക്കങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല കർത്താവേ എന്നാണ് കർത്താവിനോട് പറയുന്നത്. എനിക്കങ്ങനെ വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒന്നുമില്ല. കടലിൻ്റെ മണത്തരി പോലെ എൻ്റെ സന്താനങ്ങൾ പെരുകണമെന്നൊന്നും ആഗ്രഹമൊന്നുമില്ല. ഇസ്മായിൽ അങ്ങയുടെ മുമ്പിൽ ജീവിച്ചിരുന്നാൽ മതി. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ എന്തൊരു പാവം പിടിച്ച പ്രാർത്ഥനയാണ്, എന്ത് എളിമയുള്ള മനുഷ്യനാണ് അബ്രാഹാം, വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, ഇസ്മായിൽ അങ്ങയുടെ മുമ്പിൽ ജീവിച്ചിരുന്നാൽ മതി എന്ന് പറഞ്ഞു കളഞ്ഞല്ലോ. അല്ല, ഇത് അപകടമാണ്. എന്താ അപകടം എന്നറിയാമോ?
ആരാണ് ഇസ്മായിൽ? എന്താണ് ഇസ്മായിൽ? ഇസ്മായിൽ, ഞാൻ മുമ്പൊരിക്കൽ സൂചിപ്പിച്ചൊരു പ്രയോഗമുണ്ട്, അബ്രാഹത്തിൻ്റെ ആരോഗ്യവും സാറായുടെ ബുദ്ധിയുമാണ്. സാറായുടെ ബുദ്ധിയും അബ്രാഹത്തിൻ്റെ ആരോഗ്യവുമാണ് ഇസ്മായിൽ. അങ്ങനെയാണ് ഇസ്മായിൽ രൂപപ്പെടുന്നത്. എന്ന് വെച്ചാൽ എന്തായത്? എൻ്റെ പ്ലാൻ്റെ പേരാണ് ഇസ്മായിൽ. ഞാൻ കൊണ്ടുവന്ന പദ്ധതിയുടെ പേരാണ് ഇസ്മായിൽ. അപ്പോൾ അബ്രാഹം ദൈവത്തോട് പറയുകയാണ്, ഇസ്മായിൽ അങ്ങയുടെ മുമ്പിൽ ജീവിച്ചിരുന്നാൽ മതി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? കർത്താവേ, നിൻ്റെ പദ്ധതി നടന്നില്ലേലും കുഴപ്പമില്ല, എൻ്റെ പദ്ധതി ഇസ്മായിൽ, എൻ്റെ പ്രൊജക്റ്റ് ഇസ്മായിൽ ഇവിടെ നന്നായിട്ടൊക്കെ അങ്ങ് പോയാൽ മതി. ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രാർത്ഥനകളും ഇങ്ങനെയായി പോകുന്നുണ്ട്. നമ്മുടെ മുഴുവൻ പ്രാർത്ഥനയെ ഒറ്റ വരിയിൽ ചുരുക്കാൻ പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനകൾ പലതും എന്നറിയാമോ? കർത്താവേ, ഇസ്മായിൽ അങ്ങയുടെ മുമ്പിൽ ജീവിച്ചിരുന്നാൽ മതിയേ. വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ആർക്ക്? ദൈവത്തിൻ്റെ മനസ്സിനെക്കുറിച്ച് എനിക്ക് വലിയ ചിന്തയൊന്നുമില്ല. മറിച്ച് ഞാനൊരു പ്ലാൻ ഇട്ടല്ലോ, ഞാനൊരു പദ്ധതി നടപ്പിലാക്കാൻ തുടങ്ങിയല്ലോ, അതിനൊരു തടസ്സം വരാതെ അതങ്ങ് നടന്നു തീർന്നാൽ മതി കർത്താവേ. ഇസ്മായിൽ അങ്ങയുടെ മുമ്പിൽ ജീവിച്ചിരുന്നാൽ മതി. അപകടം പിടിച്ചൊരു പ്രാർത്ഥനയാണത്, അപകടം പിടിച്ച ഒരു ശൈലിയാണത്. ആ ശൈലിയിൽ നിന്ന് നമുക്ക് മാറണം. കർത്താവേ, നിൻ്റെ പദ്ധതി നടപ്പിലാകട്ടെ എന്ന് പറയണം. ഇനി സക്കറിയ, ഇനി നമ്മൾ രണ്ടാമത്തെ ചിന്തയിലേക്ക് വരികയാണ്. സക്കറിയായോട് ദൈവം പറയുന്നു, ദൈവത്തിൻ്റെ ദൂതൻ ഗബ്രിയേൽ വന്നിട്ട് ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുത്തുകയാണ്. അവിടെ സക്കറിയയെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ പിന്നീട് ഞാൻ പറഞ്ഞ കണക്ക് സദ്വാർത്തയിൽ അതിൻ്റെ സീരീസിൽ നമ്മൾ അവരുടെ ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റിയുടെ ശൈലികളൊക്കെ വ്യാഖ്യാനിക്കുന്നതുകൊണ്ട് ഇന്നത്തേക്ക് നമ്മൾ ലിമിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഇന്ന് ഈ പറയുന്നതിനപ്പുറത്ത് ഒത്തിരി ചിന്തകളുണ്ട്, ഒത്തിരി സാധ്യതകളുണ്ട്, നിങ്ങൾക്കൊക്കെ അത് വിലയിരുത്തി ധ്യാനിക്കാം. പക്ഷെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സക്കറിയ കർത്താവിനോട് പറയുന്നത്, എലിസബത്ത് വൃദ്ധയാണ്, പ്രായം കവിഞ്ഞവളുമാണ്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുത്തിയപ്പം അവിടെ മൂത്ത ചേട്ടായി ആര്? അബ്രാഹാം പറയുന്നു, നിൻ്റെ പദ്ധതി നടന്നില്ലെങ്കിലും കുഴപ്പമില്ല കർത്താവേ, എൻ്റെ പദ്ധതി നടന്നാൽ മതി. സക്കറിയയുടെ ശൈലി എന്നറിയാമോ? ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുത്തിയപ്പോൾ സക്കറിയ പറയുന്നു, ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ കർത്താവേ, നടക്കാനൊന്നും പോകുന്നില്ല. ചിലപ്പോഴൊക്കെ നമുക്ക് ഈ നിരാശ വരും. അതായത് ദൈവം ഒരു പ്ലാൻ വർക്കൗട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞു കളയുകയാണ്, എലിസബത്ത് വന്ധ്യയാണ്, പ്രായം കവിഞ്ഞവളുമാണ്. അതായത് രണ്ട് കാര്യങ്ങൾ ഇരട്ടിപ്പാണ് വരുന്നത്. എലിസബത്ത് വന്ധ്യയാണ്, ഇനിയിപ്പം ചെറുപ്പമാണ് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സാധ്യത ഉണ്ടെന്ന് വെക്കാം, പ്രായം കവിഞ്ഞവളുമാണ്, ദാറ്റ് മീൻസ് ദർ ഇസ് ലീസ്റ്റ് പോസിബിലിറ്റി, നടപ്പിലാകാൻ പോകുന്നില്ല എന്ന് പറയുന്ന ശൈലി. അതായത് ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് അതിരുകളും അതിർത്തിയും നിശ്ചയിക്കുന്ന ശൈലി, ദൈവത്തിൻ്റെ കരത്തിന് വിലക്കേർപ്പെടുത്തുന്ന ശൈലി. ചിലപ്പോൾ നമുക്കും ഇതൊക്കെ പറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് ആരോടായി പറയുന്നത്? ദൈവത്തോട് തന്നെ പറഞ്ഞു കളയും. ഒന്നും നടക്കാനൊന്നും പോകുന്നില്ല, ഒന്നും ശരിയാകാനൊന്നും പോകുന്നില്ല. അരുത്, അത് അപകടം പിടിച്ച മറ്റൊരു ശൈലിയാണെന്ന് ഓർക്കണേ. ഒന്ന്, ദൈവത്തിൻ്റെ പദ്ധതി നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ പദ്ധതി നടന്നാൽ മതിയേ, സൂപ്പറാണ്, അപകടമാണത്. രണ്ട്, ദൈവത്തിൻ്റെ പദ്ധതികൾ നടപ്പിലാകില്ല, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ദൈവിക പ്രവർത്തനങ്ങൾക്ക് അതിരുകൾ നിശ്ചയിക്കുന്ന ശൈലി, സക്കറിയയുടെ ശൈലി അപകടമാണ്. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് ഇനി എന്താണ്, വാട്ട്സ് ദ വേ ഔട്ട്? രണ്ട് അപകടം പിടിച്ച ആത്മീയ ശൈലികളാണ് ഇത്ര നേരം കൊണ്ട് കേട്ടത്. ഇനിയുള്ള ചിന്ത, വാട്ട്സ് ദ വേ ഔട്ട്? ചിലപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവ് ഇത്തരം പ്രലോഭനങ്ങളുണ്ട്. അബ്രാഹത്തിന് പറ്റിയ അപകടം, ഇസ്മായിൽ ജീവിച്ചിരുന്നാൽ മതിയെന്ന് പറയുന്ന അപകടം, സക്കറിയായ്ക്ക് പറ്റിയ അപകടം, വന്ധിയാണ്, പ്രായം കവിഞ്ഞകളുമാണ്, സാധ്യതകൾ ഇല്ലാണ്ടായി എന്ന് ചിന്തിച്ച് നിരാശയിലോട്ട് ചാഞ്ഞ് ചെരിഞ്ഞ് വീണു പോകുന്ന ഒരു അപകടം ഞങ്ങളുടെ ജീവിതത്തിലുമുണ്ട്. വാട്ട് ഈസ് ദ വേ ഔട്ട്? ഇനി എന്താണ് സൊല്യൂഷൻ? ഇനി എന്താണ് മാർഗം? ആ മാർഗമാണ് സക്കറിയായോട് ഗബ്രിയേൽ പറഞ്ഞു കൊടുക്കുന്ന മാർഗം. എന്താ അത്? യഥാകാലം പൂർത്തിയാകേണ്ടവ സംശയിച്ചത് കൊണ്ട്, വിശ്വസിക്കാൻ കഴിയാതെ പോയത് കൊണ്ട്, നീ ഇനി ഇതൊക്കെ നടപ്പിലാകുന്നത് വരെ നീ ഇനി മിണ്ടണ്ട എന്ന് പറഞ്ഞ് സക്കറിയായെ മുനിയാക്കുകയാണ്. സക്കറിയായെ ഗബ്രിയേൽ മുനിയാക്കുകയാണ്. മൗനവ്രതത്തിലേക്ക്, ഒരു നിർബന്ധിത മൗനവ്രതത്തിലേക്ക് സക്കറിയായെ സ്വർഗം തള്ളിവിടുകയാണ്. ചിലപ്പോഴൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഒന്ന് മൗനം പാലിച്ചാൽ മതി, ദൈവത്തിൻ്റെ പദ്ധതികൾ മെല്ലെ നമുക്ക് വെളിപ്പെടും. ഒരു മൗനത്തിൻ്റെ ശൈലിയിലേക്ക് പ്രവേശിക്കാമോ? നമുക്കറിയാം, ഇപ്പോൾ ഇനിയുള്ള 25 ദിവസം ഇല്ലേ, ഇഷ്ടംപോലെ പ്രാർത്ഥനകൾ, ഇഷ്ടംപോലെ പ്രാർത്ഥനാ രീതികൾ ഒക്കെ നമ്മളിലേക്ക് എത്താൻ പോകുന്നൊരു സമയത്തത് ഒത്തിരി ഇത്തരം ശുശ്രൂഷകളൊക്കെ നമ്മുടെ ചുറ്റുമുണ്ടാകും.
ഒത്തിരി പ്രാർത്ഥന നമ്മളോട് ചെല്ലാൻ പറയും, എണ്ണം ഇട്ടൊക്കെ പ്രാർത്ഥിക്കുന്ന രീതികളൊക്കെ ഉണ്ടാകും, എല്ലാം ചെയ്തു. പക്ഷെ ചെയ്യുമ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഒരു സൊല്യൂഷൻ, ഇതിൻ്റെ എല്ലാം അങ്ങേയറ്റത്തൊരു സൊല്യൂഷൻ, ഒന്ന് മൗനം പാലിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് 25 ദിവസം ഒരല്പം നേരം മൗനത്തിലായിരിക്കാൻ പഠിക്കുക. ഒരല്പം നേരം ഒരു പേഴ്സണൽ പ്രയർ, കർത്താവിൻ്റെ അടുത്തുനിന്ന് സ്വസ്ഥതയോടെ ഇരുന്ന് ചൊല്ലിക്കൂട്ടുന്ന പ്രാർത്ഥനകൾക്കും വായിച്ചു തീർക്കുന്ന വചനഭാഗങ്ങൾക്കും അപ്പുറത്ത് കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാനും അവൻ്റെ പദ്ധതിയുടെ ആഴവും അർത്ഥവും അറിയാനും തക്കവിധം സ്വസ്ഥതയോടെ നിശബ്ദതയോടെ ഒരല്പം നേരം കർത്താവിൻ്റെ സന്നിധിയിൽ, അത് വീട്ടിലാകട്ടെ ദേവാലയത്തിലാകട്ടെ, നിശബ്ദതയിൽ കുറച്ചു നേരം ചെലവഴിക്കുക. ഒന്ന് മിണ്ടാതിരിക്കുക, മൗനം പാലിക്കുക. ആ മൗനത്തിൻ്റെ അപ്പുറത്ത്, ആ മൗനകാലത്തിൻ്റെ അപ്പുറത്ത് ദൈവത്തിൻ്റെ പദ്ധതികൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടുക തന്നെ ചെയ്യുമെന്ന് വിശ്വസിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ല ഞായറാഴ്ച ആശംസിക്കുന്നു. പ്രാർത്ഥിക്കാനായി ഒരുങ്ങാം. കർത്താവേ, ശക്തനായ ദൈവമേ, സാധ്യതകൾ അവസാനിക്കുന്നിടത്ത് ഞങ്ങൾക്കായി വഴിവെട്ടുന്ന ഞങ്ങളുടെ കർത്താവ് തമ്പുരാനെ, നിൻ്റെ പദ്ധതികളിൽ വിശ്വാസമർപ്പിക്കാൻ, നിൻ്റെ തിരുമനസ് നടപ്പിലാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ. ഒരു മൗനത്തിൻ്റെ ഇടക്കാലമായി ഈ നോമ്പുകാലം മാറട്ടെ. തിരുപ്പിറവിക്ക് ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ശാന്തതയിൽ, സ്വസ്ഥതയിൽ, നിൻ്റെ സന്നിധിയിൽ എല്ലാ ദിവസവും ഒരല്പം നേരം ഇരിക്കാൻ തക്കവിധം നിൻ്റെ കൃപ ഞങ്ങളിൽ നിറയ്ക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.